ഇന്ന് ഞാനിവിടെ വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ വേഗത്തിൽ തയ്യാറാക്കാം, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. എന്നും നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്താണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് കൊടുക്കുക. അവർക്കൊരു പ്രാവശ്യം തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ അവർ പറയും ഇത് തയ്യാറാക്കി കൊടുക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. നിങ്ങൾക്ക് എത്ര എണ്ണം തയ്യാറാക്കണം അതിനനുസരിച്ച് മൈദ എടുക്കുക. ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ശേഷം ഇനി നമുക്ക് ദോശയൊക്കെ നമ്മൾ ചുട്ടെടുക്കാൻ തയ്യാറാക്കുന്ന പോലെ തന്നെ കലക്കിയെടുക്കണം. ദോശയ്ക്ക് ചുട്ടുന്ന ആ പരുവത്തിൽ ഇതൊന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കണം, അല്ലെങ്കിൽ കലക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് അത് കലക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഫില്ലിങ്സ് തയ്യാറാക്കണം. ഇതാദ്യം തയ്യാറാക്കി വെച്ചതിന് ശേഷം അത് നമുക്ക് തയ്യാറാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ 4 മണിക്കാണെങ്കിൽ രാവിലെ ആണെങ്കിൽ കഴിക്കാൻ പറ്റും. സ്കൂളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വരുമ്പോൾ നമുക്കിതുപോലെ തയ്യാറാക്കി വെച്ചാൽ ചൂടോടെ കൊടുക്കാൻ പറ്റും. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റുന്ന സ്കൂളാണെങ്കിൽ, ചില സ്കൂളിലൊന്നും പറ്റത്തില്ല. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. വെജ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നോൺ വെജ്, മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്കൂളിലാണെങ്കിൽ ടിഫിനകത്ത് വെച്ച് കൊടുക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവർ ടിഫിൻ കാലിയാക്കി തീർച്ചയായിട്ടും കൊണ്ടുവരത്തുള്ളൂ. ഞാനിവിടെ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. എൻ്റെ എല്ലാ വീഡിയോസുകളും നിങ്ങൾ കാണുക. ഇനി ഞാനിവിടെ ഇതിലേക്ക് തീരെ ചെറുതായി അരിഞ്ഞ് സവാള ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ സവാള ഉള്ളിയാണ് ഇതിന് നല്ലത്. ചെറിയ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുപോലെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. ഈ ഉള്ളിയാകുമ്പോൾ കുഴപ്പമില്ല, സവാള ഉള്ളി. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കുക. എന്നും മൈദദോശയൊക്കെ കഴിച്ച് മടുക്കുന്ന കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളിക്ക ഒന്നും ചേർക്കുന്നില്ല. തക്കാളിക്ക ചേർത്ത് കഴിയുമ്പം അത് നമ്മൾ തയ്യാറാക്കുന്ന മുട്ട ബുർജി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ തക്കാളിക്ക ചേർക്കുന്നില്ല. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി കഴിയുമ്പം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തു. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. പിന്നെ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച്, നമ്മൾ ആദ്യം പച്ചമുളക് ചേർത്തത് കൊണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഗരം മസാല ചേർത്തു. അതോടൊപ്പം തന്നെ ചില്ലി ഫ്ലെക്സോടെ ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. മസാല അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. തീ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ ഇതെല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരെ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇതിപ്പം നമ്മൾ അളവ് പറയുമ്പം ചിലപ്പോൾ അത് കുറഞ്ഞു പോയിരിക്കാം, ചിലപ്പോൾ കൂടിപ്പോയിരിക്കാം. അതുകൊണ്ട് നമുക്കൊരു ഉദ്ദേശമുണ്ടല്ലോ, ആ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പം നമ്മൾ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നമുക്കറിയാമല്ലോ, ഇത്ര പേര് നമ്മുടെ വീട്ടിലുണ്ട്, ആ രീതിക്കനുസരിച്ച് നമുക്കെടുക്കണം, അല്ലെ ഇത്ര സാധനങ്ങൾ എടുക്കണം. ഞാനിവിടെ 4 മുട്ട എടുത്തു. അതെനിക്കറിയാം ഞാൻ എത്ര എണ്ണം തയ്യാറാക്കണം, അതിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കി. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
ഞാനിവിടെ മുട്ട പൊട്ടിച്ചൊടിച്ചതിന് ശേഷം ഇതിനി നമുക്കൊന്ന് നല്ലവണ്ണം അതൊന്ന് അതിൻ്റെ ആ വെള്ളമയം ഒന്ന് മാറുന്നത് വരെ നമുക്കിത് തുടർച്ചയായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പറ്റാതെ തന്നെ ഇളക്കണം. പിന്നെ ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ അടി പറ്റത്തില്ല. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. തക്കാളിക്ക നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗരം മസാല നിങ്ങൾക്ക് ഒഴിവാക്കാം, ചില്ലി ഫ്ലെക്സ് ഒഴിവാക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഓരോ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കണം. പക്ഷേ എല്ലായിടത്തും മല്ലിയില കിട്ടില്ല. കേരളത്തിലെ മിക്ക സ്ഥലങ്ങളും ഞങ്ങൾക്ക് താമസിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ മല്ലിയില കിട്ടത്തില്ല. വല്ലപ്പോഴുമൊക്കെ മാർക്കറ്റിൽ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അല്ല, കേരളത്തിലെ കാര്യം, അമ്മയുടെ വീട്ടിലെ കാര്യം. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ മല്ലിയില ചേർക്കുമ്പോൾ അത്രയും ടേസ്റ്റ് കൂടുതൽ കിട്ടും. ആ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ലതാണ്. ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ മല്ലിയില ഏത് സമയത്ത് വേണമെങ്കിലും കിട്ടും. MP-യിൽ, നോർത്ത് ഇന്ത്യയിലെ അങ്ങനെ ബോംബെയിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ഇഷ്ടം പോലെ മല്ലിയില കിട്ടും. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുപോലെ മല്ലിയില ചേർത്തെടുത്ത് വെള്ളം അതൊന്ന് മൊത്തമായി പോകുന്നവരെ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് ദോശ ചുടണം. നമ്മൾ കലക്കി വെച്ച മാവ്, ഞാനിവിടെ തവയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ദോശ ചുടുന്ന എന്തായാലും പറയുന്നത് തവ അതുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കാം. ഞാനിവിടെ ഈ രീതിയിലുള്ളതാണ് എടുത്തത്. ഇത് പെട്ടെന്ന് അടി പറ്റുന്നതാണ് ഈ തവ. ചപ്പാത്തി തയ്യാറാക്കാൻ വേണ്ടിയുള്ളതാണ്. ഇനി ദോശയ്ക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് 2 സൈഡും വേവിച്ചെടുക്കണം. അധികം മൂത്ത് പോകണ്ട, അപ്പം തന്നെ നമുക്ക് തിരിച്ചിടാം. ഇനി ഇത് തിരിച്ചിട്ടതിന് ശേഷം 2 സൈഡും ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. അവിടെ ഇത് അടി പറ്റുന്നതാണ്. എണ്ണ തേച്ച് കൊടുത്ത് എനിക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം എണ്ണ പുരട്ടി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ഫില്ലിങ് അത് ചേർത്ത് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു സൈഡിൽ വെച്ചിട്ട് ഇനി ഇത് നമുക്ക് മടക്കിയിട്ട് അത് മൊത്തം പാക്ക് ചെയ്യണം. പക്ഷേ ഇവിടെ ഞാനിത് ചെയ്തെടുത്ത് അത്രയും പാക്കായില്ല. കാരണം നല്ലവണ്ണം ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞ് ഇനി അത് ഒട്ടിപ്പിടിക്കത്തില്ല. കുഴപ്പമില്ല, നമുക്ക് സൂക്ഷിച്ചെടുത്താൽ മതി. കുറച്ച് സൂക്ഷിച്ച് മാത്രം എടുക്കുക. നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് കഴിച്ചാൽ മതി, അത് കുഴപ്പമില്ല. ഇതുപോലെ ബാക്കി വരുന്നതെല്ലാം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്തൊക്കെയാണ് തെറ്റുകൾ, പിന്നെ ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടി അറിയിക്കണം. പിന്നെ ഇതുപോലെ ചെറിയ പാചക വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെയും ഞാൻ വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്ന പോലെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും ഓരോ വീഡിയോകൾ തയ്യാറാക്കുമ്പോൾ. നിങ്ങളെന്താണെങ്കിലും കുട്ടികൾക്ക് ഒരു പ്രാവശ്യം തയ്യാറാക്കി കൊടുത്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മൾ ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇത് മൈദ ആയതുകൊണ്ട് 2 സൈഡും വെന്ത് കഴിയുമ്പോൾ പിന്നെ അത് ഒട്ടിപ്പിടിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു സൈഡ് ചെറുതായി ഒന്ന് വേവിക്കുകയോ ചെയ്യാവും. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞു തരണേ. എനിക്കറിയില്ല, എനിക്കുള്ള അറിവിനനുസരിച്ചാണ് ഞാൻ ഈ തയ്യാറാക്കുന്നത്.
തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളത് അറിയിക്കുക. മൈദയുടെ സ്ഥാനത്ത് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും. മൈദ ഇഷ്ടമില്ലാത്തവർക്ക് ഗോതമ്പ് പൊടി ചേർത്ത് തയ്യാറാക്കാം. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു അവർ കഴിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ മൈദ നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ അത്രയും നല്ലത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ.